സാമ്പാർ ഉണ്ടാക്കാൻ അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല അല്ലേ? പലരും പലതരത്തിലായിരിക്കും ഉണ്ടാക്കുന്നതല്ലേ? ഞാൻ ഉണ്ടാക്കുന്ന സാമ്പാർ ഒരുപാട് ഇഷ്ടമുള്ള ഒരുപാട് ഫ്രണ്ട്സ് എനിക്കുണ്ട് കേട്ടോ. എന്താണ് അതിൻ്റെ വ്യത്യാസം എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെയാണ് പഠിച്ചത്. എന്തായാലും നമ്മുടെ തേങ്ങയുടെ മസാലയിൽ തന്നെ ആയിരിക്കും അതിൻ്റെ രുചി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണയിനകത്തോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ തോരപ്പരിപ്പ്, 1 ടീസ്പൂൺ ജീരകം, ഒരൽപ്പം കുരുമുളക്, പിന്നെ ഒരു 5-6 ചെറിയ ഉള്ളി, ഞങ്ങൾ വെളുത്തുള്ളി 2-3 അല്ലി ചേർക്കാറുണ്ട് കേട്ടോ. അതും കൂടെ ചേർത്ത് മൂപ്പിച്ച ശേഷം മല്ലി 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കും. അതൊക്കെ മൂത്തതിന് ശേഷം നമ്മൾ തേങ്ങ ചേർത്ത് കൊടുത്ത് ഒരല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് ചുവക്ക വറുത്തതിന് ശേഷം ആവശ്യമുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ മസാല റെഡിയാക്കുന്നത്. പിന്നീട് ഇതേ വേവിച്ച പരിപ്പിനകത്തോട്ടേ കഷ്ണങ്ങളൊക്കെ ചേർത്ത് വേവിച്ചെടുത്ത് നമ്മുടെ അരപ്പ് ആവശ്യമുള്ള പുളിയും കൂടെ ചേർത്തിട്ട് അരച്ച് ചേർത്ത് നമ്മുടെ അരപ്പ് തിളപ്പിക്കുകയാണ് പതിവ്. ആവശ്യത്തിന് മല്ലിയിലയും കൂടെ ചേർത്ത് സാധാരണ പോലെ കടുകും മുളകും കറിവേപ്പിലയും ഒരല്പം കായപ്പൊടിയും കൂടെ ചൂടാക്കിയിട്ടാണ് ഞാൻ കടുക് താളിക്കുന്നത്. എന്തായാലും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സാമ്പാർ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്? അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.